നമ്മൾ പെട്ടെന്നൊന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിലൊരു അവയവ കൈമാറ്റത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. 23-കാരന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് ശേഷം 48 വയസ്സുള്ള ഒരു യുവാവിന് ഹൃദയം നൽകാനും മറ്റ് 2 പേർക്ക് വൃക്കകൾ നൽകാൻ വേണ്ടി, വൃക്കയും കരളും നൽകാൻ വേണ്ടിയുള്ള ആ പ്രധാനപ്പെട്ട യാത്ര ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്. KC ബിപിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അവയവം ഹൃദയവുമായുള്ള ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ ഹൃദയവുമായുള്ള ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നത്. നേരെ കണ്ണൂർ കന്റോൺമെന്റിലുള്ള DSC ഹെലിപ്പാഡിലേക്കാണ് എത്തിക്കുക. ഏതാണ്ടൊരു 10 മിനിറ്റ് താഴെ മാത്രം സമയം മതി അവിടത്തേക്ക് എത്താൻ. അവിടെ നിന്ന് എയർ ആംബുലൻസ് വഴിയാണ് നേരിട്ട് കൊച്ചിയിലേക്ക് എത്തിക്കുക. കൊച്ചിയിൽ എത്തിക്കുന്നു. ഒപ്പം തന്നെ 2 അവയവങ്ങൾ കൂടി ഇവിടെ നിന്ന് ഇതേ സമയത്ത് പുറപ്പെടും. ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റൊന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കുമാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഇപ്പോൾ ഒരുങ്ങിയാണ്. അത് റോഡ് മാർഗമാണ് പോകുന്നത്. റോഡ് മാർഗം പോകുമ്പോൾ ഒരു ഗ്രീൻ കോറിഡോർ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 ആംബുലൻസുകൾ കൂടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 28-ാം തീയതിയാണ് ഒരു ബൈക്ക് അപകടത്തിൽ 23-കാരനായ യുവാവ് മരിക്കുന്നത്. അപകടത്തിൽപ്പെടുന്ന മസ്തിഷ്ക മരണം മെനിഞ്ഞാന്നാണ് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് കുടുംബം ഇത്തരത്തിൽ അവയവദാനത്തിന് തയ്യാറാകുന്നത്. ഏതായാലും ഒരു വലിയ വിഷമവും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമൊക്കെ ആ കുടുംബത്തിനുണ്ടെങ്കിൽ തന്നെയും 4 കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു തീരുമാനം, ഒരു മഹാദാനത്തിന്റെ തീരുമാനം ആ കുടുംബം എടുക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയായ 48-കാരനാണ് ഈ 23-കാരന്റെ ഹൃദയം മാറ്റിവെക്കുന്നത്. അത് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലാണ് അതിന്റെ ശസ്ത്രക്രിയ നടക്കുക. അല്പസമയത്തിനകം തന്നെ കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസ് വഴി ഈ ഹൃദയം അങ്ങോട്ടേക്ക് എത്തും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വൃക്ക ഈ ആശുപത്രിയിൽ തന്നെ ഒരു രോഗിക്ക് മാറ്റിവെക്കും. മറ്റൊരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഒരു കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ആ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ തയ്യാറായിട്ടുണ്ട്. പോലീസ് രാവിലെ മുതൽ തന്നെ സിഗ്നലുകളും സംവിധാനങ്ങളും ഒക്കെ കൃത്യമായി ഒരു ഗ്രീൻ കോറിഡോർ ഒരുക്കിക്കൊണ്ട് തയ്യാറായി നിൽക്കുകയാണ്.